രണ്ടുപേരും സംസാരിച്ച് നോക്കട്ടെ. എത്ര നാളായി എൻ്റെ ചങ്ങാതി നിന്നെയൊരു നോക്കു കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖം തന്നെയാണോ എൻ്റെ ചങ്ങാതി? എത്ര നാളായി എൻ്റെ ചങ്ങാതി നിന്നെയൊരു നോക്കു കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖം തന്നെയാണോ എൻ്റെ ചങ്ങാതി? സുഖം തന്നെയാണിപ്പോഴൻ ചങ്ങാതി, വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നുവെങ്കിലും ജീവിതം അത്ര വെടുപ്പല്ല. ഓഹോ, കല്യാണം അപ്പോൾ കഴിഞ്ഞിരിക്കാം, നിന്റെ കുഞ്ഞുങ്ങളെത്ര പേരുണ്ടിപ്പോൾ? ഭാര്യയായുള്ളവൾ കേമത്തിയാണോ, കാര്യങ്ങൾക്കൊക്കെയും കൊള്ളാമോ? അക്കാര്യമൊന്നും പറയേണ്ട, ഇത്തിരി വലിയ കഥയാണ്. കേൾക്കുവാൻ നേരമുണ്ടെങ്കിൽ ഒരിത്തിരി ഏറെ പറയുവാനുണ്ടെനിക്ക്. എൻ കഥയ്ക്കൊപ്പം ഞാൻ നാട്ടുകാര്യം കൂടി അല്പമൊന്നങ്ങു പറഞ്ഞോട്ടെ. കാര്യങ്ങൾ കേൾക്കുമ്പോൾ കോപം കൊണ്ടാരും വക്കാണത്തിനു വന്നിടല്ലേ. 10ാം തരത്തിൽ ഞാൻ തോറ്റപ്പോൾ മുതൽ ഗൾഫിൽ ചെന്നെത്തുവാൻ മോഹമായി. ഗൾഫിൽ നിന്നൊരിത്തിരി പച്ച പിടിച്ച ഞാൻ നാട്ടിലൊരു വീട് പണിയിച്ചു. തോട്ടവും കാറും ഞാൻ വാങ്ങിച്ചു. പെങ്ങന്മാർ രണ്ടിനും കെട്ടിച്ചു. താഴെയുള്ള ആളെ പഠിപ്പിച്ചു. അപ്പച്ചൻ മുമ്പേ മരിച്ചൂലോ, അമ്മച്ചിക്കാണ് സുഖക്കേടാ. കാര്യങ്ങളിങ്ങനെ ആയിരിക്കെ ഞാൻ പെണ്ണൊന്നു കെട്ടുവാൻ നോക്കിച്ചു. ഗൾഫിന്നു വന്ന മുറയ്ക്കന്ന് പെണ്ണു തിരഞ്ഞു ഞാൻ പോകുമ്പോൾ, വെച്ചടിമാലുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ലജ്ജ തോന്നുന്നുണ്ടു ചങ്ങാതി. വെച്ചടിമാലുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ലജ്ജ തോന്നുന്നുണ്ടു ചങ്ങാതി. 10 ലക്ഷം വേണം, കാറു വേണം, പെണ്ണിനു ടീച്ചറായി ജോലി വേണം, 100 പവൻ വേണം, തോട്ടം വേണം, ശേഷിക്കും സ്വത്തിന്റെ വീതം വേണം. 4 പേർ കൂടുമ്പോൾ ഒട്ടും പരുങ്ങാതെ കൊണ്ടു നടക്കുവാൻ തോന്നേണം. പെണ്ണ് അത്രയ്ക്കും സുന്ദരിയാ വേണം. 3-നോടൊത്തു ഞാൻ പെണ്ണു കാണാൻ പോകും. മൂഞ്ചി തിരിഞ്ഞു തിരിച്ചെത്തും. അങ്ങനെ 300 പെണ്ണു കണ്ടു, ഒന്നും എനിക്കങ്ങോട്ടൊത്തില്ല. അങ്ങനെ 300 പെണ്ണു കണ്ടു, ഒന്നും എനിക്കങ്ങോട്ടൊത്തില്ല. കാര്യബോധം വന്നു, കാഴ്ചപ്പാടും മാറി, കാലത്തിനൊത്തു ഞാൻ നിന്നിട്ടും കല്യാണം എന്നത് ഇന്നോളമായില്ല. കാലക്കേടാണ് എൻ്റെ ചങ്ങാതി. ഇത് എൻ കഥ മാത്രമോ ചങ്ങാതി? ഇത് എൻ വിധി മാത്രമോ ചങ്ങാതി? കൂടപ്പിറപ്പിനും കല്യാണമായില്ല, സർക്കാർ ജോലിയില്ലെന്നു കുറ്റം. ഇത് നാട്ടുനടപ്പുള്ള പെരിയ ദുഃഖം. കൂടപ്പിറപ്പിനും കല്യാണമായില്ല, സർക്കാർ ജോലിയില്ലെന്ന കുറ്റം. ഇത് നാട്ടുനടപ്പുള്ള പെരിയ ദുഃഖം. 1-2 ഓഫർ വന്നിരുന്നവന് കല്യാണമല്ലാത്തൊരൊത്തുതീർപ്പ്. ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാം, ഒക്കെയും പങ്കിട്ടു ജീവിച്ചിടാം. ഒക്കാതെ വന്നാൽ ഒന്നുമേ ഓർക്കാതെ 2 വഴിക്കു പിരിഞ്ഞു പോകാം. ഇത് പുത്തൻ ജീവിത സമ്പ്രദായം. എണ്ണ വെച്ചും മുടി ചീകി വിലുക്കിയും എന്നും നനച്ചും കുളിച്ചും മെനയായി ഒട്ടും നടന്നുട ചങ്ങാതി, പെണ്ണു കിട്ടത്തില്ല ഈ കാലം. എണ്ണ വെച്ചും മുടി ചീകി വിലുക്കിയും എന്നും നനച്ചും കുളിച്ചും മെനയായി ഒട്ടും നടന്നുട ചങ്ങാതി, പെണ്ണു കിട്ടത്തില്ല ഈ കാലം. അങ്ങിങ്ങை പിച്ചി പറിച്ച പാൻറ്റും ഒട്ടൊക്കെ വൃത്തിയില്ലാത്ത ഷർട്ടും കാതിൽ കടുക്കനും കണ്ണില്ല കരിയും വെട്ടാതെ വാറി പറന്ന തലമുടി താടിയുമാണത്രേ സൗന്ദര്യം. എന്നേറെയും പെൺപിള്ളേർ തേടുന്ന പൗരുഷം. കയ്യിലൊരൈഫോണും ബൈക്കും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സ്മൂത്താണു ചങ്ങാതി, പെൺപിള്ളേർക്ക് ഇഷ്ടമാ ചങ്ങാതി. ഇത്തരം ഇഷ്ടത്തിൽ ചെന്നു വിട്ടിട്ടതിൽ ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തുവാൻ പോകുന്നവരേറുന്നു നാൾ തോറും. എത്ര കണ്ടാലും പഠിക്കാത്ത പെൺപിള്ളേർ കൊണ്ടിട്ടുമെന്തേ പഠിക്കാത്തു, ചില പെൺപിള്ളേരെന്തേ പഠിക്കാത്തു. എന്നും പണിക്കു പോയി വീടും കുടുംബവും നോക്കുന്നവർക്കില്ല പെണ്ണിന്ന്. വേലയെടുക്കാതെ വെറുതെ നടക്കുന്ന വേന്ദ്രന്മാർക്കുണ്ടിന്നു 100 പെണ്ണ്. എന്നും പണിക്കു പോയി വീടും കുടുംബവും നോക്കുന്നവർക്കില്ല പെണ്ണിന്ന്. വേലയെടുക്ക
കൊടുക്കാതെ വെറുതെ നടക്കുന്ന വേന്ദ്രന്മാർക്കുണ്ടിന്നു 100 പെണ്ണ്. ഞാൻ പ്രായമൊരിത്തിരിയായതുകൊണ്ട് പുലമ്പുന്നുവെന്നു ധരിക്കേണ്ട, നേരായതുള്ളത് നേരെ പറഞ്ഞതിൽ നേരുണ്ടോ എന്നു തിരഞ്ഞോളൂ. എനിക്ക് ചിങ്ങമാസം 13 45 കടന്നീടും. മോഹം മുരടിച്ചു മാനം മരവിച്ചു നിദ്രാവിഹീനമാണ് രാവ്. എൻ കഥ ഇങ്ങനെയൊക്കെയാണ്, നിൻ കഥയൊന്നും പറഞ്ഞില്ല. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ ഒക്കെ പറയൂ എൻ ചങ്ങാതി. ഓ എന്തു പറയാനാ ചങ്ങാതി, കല്യാണമൊക്കെ കഴിഞ്ഞമ്മേ. പെണ്ണത്ര ചൊവ്വല്ല, ആകെ കുഴപ്പമ, ഒത്തുപോകത്തില്ല ചങ്ങാതി. ഇപ്പോൾ ഡൈവോഴ്സിനുള്ള പുറപ്പാടാ. ഞാൻ കല്യാണം ചെയ്യുന്ന കാലത്ത് അവൾ ജോലിയില്ലാത്ത പെണ്ണായിരുന്നു. പിന്നെ പഠിച്ചവൾ ജോലി നേടി, അതും സർക്കാർ ഗസറ്റഡ് പോസ്റ്റ് തന്നെ. എന്തു പറയാനാ ചങ്ങാതി, അവിടെ തുടങ്ങിയ കഷ്ടകാലം. എന്തു പറയാനാ ചങ്ങാതി, അവിടെ തുടങ്ങിയ കഷ്ടകാലം. ജോലി കിട്ടും മുമ്പ് പെണ്ണവൾക്ക് ഒത്തിരി സ്നേഹത്തോടൊട്ടി നിൽക്കാൻ എന്തോരം ഉത്സാഹമായിരുന്നു. പിന്നീട് അവൾ തൻ മട്ടുമാറി, എന്നുള്ളം അപ്പോൾ നൊന്തു നീറി. 1ഉം 2ഉം പറഞ്ഞ് എന്നോട് നിത്യവും ഷണ്ഠ കൂടാൻ വരും പെണ്ണാള്. മറ്റുള്ളവർ നിൽക്കുമ്പോൾ എന്നെ കുത്തി പറഞ്ഞു ചിരിക്കുന്നു പെണ്ണാള്. 1ഉം 2ഉം പറഞ്ഞ് എന്നോട് നിത്യവും ഷണ്ഠ കൂടാൻ വരും പെണ്ണാള്. മറ്റുള്ളവർ നിൽക്കുമ്പോൾ എന്നെ കുത്തി പറഞ്ഞു ചിരിക്കുന്നു പെണ്ണാള്. ഒത്തിരി കാലമായി ഏറെ സഹിക്കുന്നു, ഇനി എനിക്കാവില്ല ചങ്ങാതി. ഈ ബന്ധം പിരിയാൻ ഞാൻ നിശ്ചയിച്ചു. നാട്ടുകാരും ചില കൂട്ടുകാരും പറയും എൻ കയ്യിലാണ് കുഴപ്പമെന്ന്, എൻ്റെ ഈഗോയാണ് പ്രശ്നമെന്ന്. ആ തെണ്ടികൾക്കൊക്കെ എന്തറിയാം, അനുഭവിക്കുന്നതു ഞാനല്ലേ. ആ തെണ്ടികൾക്കൊക്കെ എന്തറിയാം, അനുഭവിക്കുന്നതു ഞാനല്ലേ. നിർത്തൂ പ്രിയ ചങ്ങാതി, നിർത്തൂ പ്രിയ ചങ്ങാതി. കാര്യങ്ങളൊക്കെ പിടികിട്ടി, മാറിയ കാലത്തിനൊത്തു മാറാത്ത നീ ആനമഠയനാ ചങ്ങാതി. പെൺപിള്ളേർ പണ്ടേ പോലല്ലിപ്പോൾ, കാര്യങ്ങൾ പണ്ടേ പോലല്ലിപ്പോൾ. പെൺപിള്ളേരേറെ പഠിച്ചോരാ, കാര്യവിവരങ്ങൾ ഉള്ളോരാണ് അവർ ഏറെയുമെന്നതറിയില്ലേ. തൻ്റെ കാര്യത്തിന് താൻ പോന്നോളാണെന്ന ബോധം അവർക്കുണ്ടു ചങ്ങാതി. അടിമത്ത ബോധത്തിൽ നിന്നും കരയേറി എന്നൊപ്പം എത്തുന്നവർ ചങ്ങാതി. മാറേണ്ടു നമ്മളാ ചങ്ങാതി. ഭർത്തൃവീര്യം എന്ന പത്തി വിടർത്തി നാടിടാനാവില്ല ചങ്ങാതി. തല്ലും തെറിയും തൊഴിയും തരികിടെ ഒന്നും നടക്കില്ല ചങ്ങാതി. ഈ കാലം ഇതിങ്ങനാ ചങ്ങാതി. ഉണ്ടവനോ പായ കിട്ടാൻ, ഉണ്ണാത്തോനോ ഇല കിട്ടാൻ. സംതൃപ്തി എന്നത് എന്നും മരീചിക പോലെയാണ് പ്രിയ ചങ്ങാതി. ഓർത്തു നടക്കണം നാം ഇന്ന്, ഓർത്തു നടക്കണം നാം ഇന്ന്. എങ്കിൽ ശരി, പിന്നെ കാണാം നമ്മൾക്ക്. ഇപ്പോൾ പോയിട്ടൊരല്പം തിരക്കുണ്ട്. താങ്ക് യു.